ഹായ് ഫ്രണ്ട്സ്, KCR ലൈവ് യൂട്യൂബ് വ്ളോഗിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് പ്രിയ കൂട്ടുകാർക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം ചരിത്ര വിഭാഗത്തിൽപ്പെടുന്ന ഒരു അധ്യായമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയതിനു ശേഷം ഇന്ത്യ കൈവരിച്ച പ്രധാന നേട്ടങ്ങളും ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ അഭിമുഖീകരിച്ച പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു അധ്യായമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാഠത്തിൽ നിന്നും നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം നമുക്ക് അറിയാവുന്ന ചോദ്യം തന്നെയാണ്. ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് എന്നാണ്? 1948 ജനുവരി 30. അപ്പോൾ 1948 ജനുവരി 30 ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത്. രണ്ടാമത്തെ ചോദ്യം അതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. മഹാത്മാഗാന്ധിയുടെ ഘാതകൻ ആരാണ് മഹാത്മാഗാന്ധിയെ വധിച്ചത്? ഉത്തരം ശ്രദ്ധിക്കുക. നാഥുറാം വിനായക് ഗോഡ്സെ. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. നാഥുറാം വിനായക് ഗോഡ്സെയാണ് ഗാന്ധിയുടെ ഘാതകൻ എന്ന് അറിയപ്പെടുന്നത്. മൂന്നാമത്തെ ചോദ്യം, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്, ആരുടേതാണ് ഈ വാക്കുകൾ? ചോദ്യം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്, ആരുടേതാണ് ഈ വാക്കുകൾ? ഉത്തരം ജവഹർലാൽ നെഹ്റു. അപ്പം ഗാന്ധിജിയുടെ വിയോഗത്തെ തുടർന്ന് ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയെ സ്മരിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്, ആരുടേതാണ് ഈ വാക്കുകൾ? നാലാമത്തെ ചോദ്യം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് വേണ്ടി ലയന കരാർ തയ്യാറാക്കിയത് ആരെല്ലാം? അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും സംശയം വരുന്ന കാര്യം, എന്താണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം? ശ്രദ്ധിക്കുക. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോകുന്ന സമയത്ത് ഏകദേശം 600ഓളം നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിലുണ്ടായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ ഈ നാട്ടുരാജ്യങ്ങൾക്ക് കൊടുത്തൊരു അധികാരം എന്താന്ന് വെച്ചാൽ, അവർക്ക് ഇന്ത്യൻ യൂണിയനിലോ പാകിസ്ഥാൻ യൂണിയനിലോ ചേരാം. അതിനെ തുടർന്ന് ഈ നാട്ടുരാജ്യങ്ങളെയെല്ലാം ഇന്ത്യൻ യൂണിയനിൽ ചേർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കരാറാണ് ലയന കരാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ചോദ്യം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് വേണ്ടി ലയന കരാർ തയ്യാറാക്കിയത് ആരെല്ലാം ചേർന്നാണ്? സർദാർ വല്ലഭായ് പട്ടേലും മലയാളിയായ VP മേനോനും. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ, മലയാളിയായ VP മേനോൻ എന്നിവർ ചേർന്നാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് വേണ്ടി ലയന കരാർ തയ്യാറാക്കിയത്. മറ്റൊരു ചോദ്യം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആരായിരുന്നു? VP മേനോൻ. ശ്രദ്ധിക്കുക, VP മേനോൻ ആയിരുന്നു നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ അല്ലെങ്കിൽ ലയന കരാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി എന്ന് അറിയപ്പെട്ടത്. ആറാമത്തെ ചോദ്യം അതുമായിട്ട് ബന്ധപ്പെട്ട തന്നെയാണ്. കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതല ആർക്കായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ അതുമായി നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുക. ഈ ലയനക്കരാർ തയ്യാറാക്കിയതും നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് വേണ്ടിയിട്ടുണ്ടാക്കിയ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയും കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതലയും ഒക്കെ ഇവർക്ക് രണ്ടുപേർക്കുമാണ്, സർദാർ വല്ലഭായ് പട്ടേലും മലയാളിയായ VP മേനോനും. ഏഴാമത്തെ ചോദ്യം, ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? VP മേനോൻ. അപ്പോൾ VP മേനോന്റെ പ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. എട്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവും ആരാണ്? VP മേനോനാണ്. അപ്പോൾ ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെയും ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന ഗ്രന്ഥത്തിന്റെയും രചയിതാവ് ആര് തന്നെയാണ്? ലയനക്കരാർ തയ്യാറാക്കിയ മലയാളിയായ VP മേനോൻ തന്നെയാണെന്ന കാര്യം ഓർത്തു വെക്കുക. മറ്റൊരു ചോദ്യം, നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടുകയാണ്. ഇവിടെ വിഭജന കാലത്ത് അഥവാ ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായി വിഭജിച്ച സമയത്ത് ആ വിഭജന സമയത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച പ്രധാനപ്പെട്ട സിനിമയും അതിൻ്റെ സംവിധായകന്മാരുടെ പേരുകളുമാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. 9ാമത്തെ ചോദ്യം, മേഘെ ദാഖാദാര എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ്? ഋതിക് ഘട്ടക്. അപ്പോൾ ഋതിക് ഘട്ടക് സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് മേഘെ ദാഖാദാര എന്ന് അറിയപ്പെടുന്നത്. 10ാമത്തെ ചോദ്യം, ഗരം ഹവ എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ്? MS സത്യൂ. അപ്പോൾ MS സത്യൂ സംവിധാനം ചെയ്ത
ചലച്ചിത്രമാണ് ഗരം ഗവാഹ് എന്ന് അറിയപ്പെടുന്നത്. 11ാമത് ചോദ്യം, തമസ് എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ്? ഗോവിന്ദ് നിഹലാനിയാണ്. അപ്പോൾ ഗോവിന്ദ് നിഹലാനിയാണ് തമസ് എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത്. 12ാമത് ചോദ്യം, ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ്? പമേല റൂക്സ്. അപ്പോൾ പമേല റൂക്സ് സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് ട്രെയിൻ ടു പാകിസ്ഥാൻ. അപ്പോൾ ശ്രദ്ധിക്കുക, മേഘെ ദാഖാദാര എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ഋതിക് ഘട്ടക്കാണ്. ഗരം ഹവ എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് MS സത്യുവാണ്. തമസ് എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ഗോവിന്ദ് നിഹലാനിയാണ്. ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് പമേല റൂക്സ് ആണ് എന്ന കാര്യം ഓർത്തു വെക്കുക. മറ്റു ചോദ്യം, 13ാമത്തെ ചോദ്യം, VP മേനോന്റെ ജന്മസ്ഥലം എവിടെയാണ്? ഒറ്റപ്പാലം. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് VP മേനോൻ ജനിച്ചതെന്ന കാര്യം ഓർത്തു വെക്കുക. 14ാമത്തെ ചോദ്യം, ഫ്രാൻസിന്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം ഏതാണ്? 1954. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ കൂടി അവിടെ ഉണ്ട്. അപ്പോൾ ഏതൊക്കെ പ്രദേശങ്ങളാണ് ഈ സമയത്ത് ഫ്രാൻസിന്റെ അധീനതയിലുണ്ടായിരുന്ന ഏതെല്ലാം പ്രദേശങ്ങളാണ് ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടത്? വർഷം ഓർത്തു വെക്കണേ, 1954. ആ ചേർക്കപ്പെട്ട പ്രദേശങ്ങൾ എന്ന് പറയുന്നത് പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം. അപ്പോൾ പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം തുടങ്ങിയ പ്രദേശങ്ങളാണ് 1954 ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടത്. ഈ പ്രദേശങ്ങളെല്ലാം അതുവരെ ആരുടെ അധീനതയിലായിരുന്നു? ഫ്രാൻസിന്റെ അധീനതയിലായിരുന്നു എന്ന കാര്യം ഓർത്തു വെക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം, പോർച്ചുഗൽ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം 1961. അപ്പോൾ 1961 പോർച്ചുഗലിന്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങളൊക്കെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടത്. ആ പ്രദേശങ്ങളും കൂടി ഒന്ന് ഓർത്തു വെക്കുക, ഗോവ, ദാമൻ, ദിയു. അപ്പോൾ ഗോവ, ദാമൻ, ദിയു തുടങ്ങിയ പ്രദേശങ്ങൾ 1961 ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടു. 1954 ഫ്രാൻസിന്റെ അധീന പ്രദേശങ്ങളും 1961 പോർച്ചുഗലിന്റെ അധീന പ്രദേശങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ലയിക്കപ്പെട്ടു എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. 16ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ച വർഷം. അപ്പോൾ ഏത് വർഷമാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്? 1946. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, PSCക്ക് ആവർത്തിച്ച് കാണുന്ന ഒരു ചോദ്യമാണ്. ഭരണഘടനാ സമിതി രൂപീകരിച്ച വർഷം, ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ച വർഷം 1946 ആണെന്ന കാര്യം ഓർത്തു വെക്കുക. മറ്റൊരു ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണത്തിന് കാരണമായ മിഷൻ, ക്യാബിനറ്റ് മിഷൻ. അപ്പോൾ ക്യാബിനറ്റ് മിഷന്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കപ്പെട്ടത്. അപ്പോൾ ഓർക്കേണ്ട കാര്യം, ഭരണഘടനാ നിർമ്മാണ സമിതി 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണത്തിന് കാരണമായ മിഷൻ ഏതാണ്? ക്യാബിനറ്റ് മിഷൻ ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. 18ാമത്തെ ചോദ്യം, 1946 രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് 1946 രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കപ്പെട്ട വർഷം 1946 ആണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണത്തിന് കാരണമായ മിഷൻ ക്യാബിനറ്റ് മിഷനാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. 19ാമത് ചോദ്യം, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? BR അംബേദ്കർ. BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നറിയപ്പെട്ടത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ഡോക്ടർ BR അംബേദ്കർ ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. 20ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1952. അപ്പോൾ 1952 ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്നതെന്ന കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ ഒരു കാലഘട്ടം ചോദിച്ചാൽ 1951, 52 കാലഘട്ടങ്ങളിലായിട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജനാധിപത്യ രീതിയിലുള്ള പൊതു തിരഞ്ഞെടുപ്പ് നടന്നതെന്ന കാര്യം ഓർത്തു വെക്കുക. 21ാമത്തെ ചോദ്യം,
ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനം. അപ്പോൾ 1920 നാഗ്പൂർ സമ്മേളനത്തിൽ വെച്ചുകൊണ്ടാണ് ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചതെന്ന കാര്യം ഓർത്തു വെക്കുക. സമ്മേളനം ഓർക്കുക, 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനം. 22ാമത്തെ ചോദ്യം, തെലുങ്ക് ഭാഷക്കാർക്ക് വേണ്ടി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കാൻ പോരാടിയ നേതാവ് പോട്ടി ശ്രീരാമലു ആണ്. അപ്പോൾ തെലുങ്ക് ഭാഷക്കാർക്ക് വേണ്ടി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കാൻ പോരാടിയ നേതാവ് എന്നറിയപ്പെടുന്നത് പോട്ടി ശ്രീരാമലു ആണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ഉയർന്നു വരികയും ഈ സമയത്ത് തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന പോറ്റി ശ്രീരാമലു 58 ദിവസം നിരാഹാരം കിടക്കുകയും 58 ദിവസത്തെ നിരാഹാരത്തിനുള്ളിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഇതിനെ തുടർന്ന് പ്രശ്നം വഷളാവുകയും അതിനുശേഷം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ നിയമിക്കുകയും ചെയ്തു. അത് നമുക്ക് തൊട്ട് താഴെ പഠിക്കാം. 23ാമത്തെ ചോദ്യം, ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ച വർഷം 1953. അപ്പോൾ 1953 ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്. ഇതിന് കാരണമായ വ്യക്തി എന്നറിയപ്പെടുന്നത് പോറ്റി ശ്രീരാമലു ആണ്. ഏത് ഭാഷക്കാർക്ക് വേണ്ടിയിട്ടാണ് ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്? തെലുങ്ക് ഭാഷക്കാർക്ക് വേണ്ടിയിട്ടാണ്. 24ാമത്തെ ചോദ്യം, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ ഫസൽ അലി. അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ ഫസൽ അലി ആണ് എന്ന കാര്യം ഓർത്തു വെക്കുക. 25ാമത്തെ ചോദ്യം, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ ആരെല്ലാം? അപ്പോൾ ഡോക്ടർ ഫസൽ അലി കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ എന്ന് പറയുന്നത് HN കുൻസ്രുവും KM പണിക്കരുമാണ്. അപ്പോൾ HN കുൻസ്രുവും KM പണിക്കരുമാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മറ്റ് അംഗങ്ങളെന്ന് അറിയപ്പെടുന്നത്. 26ാമത്തെ ചോദ്യം, സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസായ വർഷം 1956. അപ്പോൾ സംസ്ഥാനങ്ങൾ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കണമെന്ന റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിനെ തുടർന്ന് സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസായ വർഷം ഏതാണ്? 1956 എന്ന കാര്യം ഓർത്തു വെക്കുക. 27ാമത്തെ ചോദ്യം, ഇന്ത്യ സ്വീകരിച്ച സമ്പദ് വ്യവസ്ഥ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മിശ്ര സമ്പദ് വ്യവസ്ഥ. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായിരുന്നു ഏത് സമ്പദ് വ്യവസ്ഥ സ്വീകരിക്കുമെന്നുള്ളത്. ഇന്ത്യക്ക് മുന്നിലുള്ള 2 രീതികളെന്ന് അറിയപ്പെടുന്നത് ഒന്ന് ക്യാപിറ്റലിസവും മറ്റൊന്ന് സോഷ്യലിസവുമായിരുന്നു. പക്ഷേ അതിൽ നിന്നും മാറിക്കൊണ്ട് ഇന്ത്യ പുതിയൊരു സമ്പദ് വ്യവസ്ഥ സ്വീകരിക്കുന്നു, മിശ്ര സമ്പദ് വ്യവസ്ഥ അഥവാ മിക്സഡ് ഇക്കോണമി. അപ്പോൾ ഓർക്കുക, ഇന്ത്യ സ്വീകരിച്ച സമ്പദ് വ്യവസ്ഥ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നാണ് എന്ന കാര്യം ഓർത്തു വെക്കുക. 28ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1950 മാർച്ച് 15. അപ്പോൾ 1950 മാർച്ച് 15 ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നതെന്ന കാര്യം ഓർത്തു വെക്കുക. പ്ലാനിംഗ് കമ്മീഷന്റെ പേര് ഇപ്പോൾ മാറി നീതി ആയോഗ് എന്നാണ് അറിയപ്പെടുന്നത് എന്ന കാര്യം കൂടി അഡീഷണൽ ആയിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ 1950 മാർച്ച് 15 ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. 29ാമത്തെ ചോദ്യം, ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരാണ്? ജവഹർലാൽ നെഹ്റു. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ എന്ന് അറിയപ്പെട്ടത്. 30ാമത്തെ ചോദ്യം, ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ആരായിരുന്നു? ഗുൽസരിലാൽ നന്ദയാണ്. അപ്പോൾ ഗുൽസരിലാൽ നന്ദയാണ് ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ആദ്യത്തെ ചെയർമാൻ ജവഹർലാൽ നെഹ്റുവും ആദ്യത്തെ വൈസ് ചെയർമാൻ എന്നറിയപ്പെടുന്നത് ഗുൽസാരിലാൽ നന്ദയുമാണെന്ന കാര്യം ഓർത്തു വെക്കുക. 31ാമത്തെ ചോദ്യം, പ്രഥമ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ ആരെല്ലാം? അപ്പോൾ ആരൊക്കെയായിരുന്നു ആദ്യത്തെ ആസൂത്രണ കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ? TT കൃഷ്ണമാചാരിയും CD ദേശ്മുഖുമായിരുന്നു പ്രധാനപ്പെട്ട മറ്റ് അംഗങ്ങളെന്ന് അറിയപ്പെടുന്ന പേര് ഓർത്തു വെക്കുക. TT കൃഷ്ണമാചാരിയും CD ദേശ്മുഖുമാണ് പ്രഥമ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ. 32ാമത്തെ ചോദ്യം, ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തു നിന്നാണ്? റഷ്യ.
അപ്പോൾ റഷ്യയിൽ നിന്നാണ് ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം സ്വീകരിച്ചതെന്ന കാര്യം ഓർത്തു വെക്കുക. മറ്റൊരു ചോദ്യം, ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം 1951. അപ്പോൾ 1951 ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കമിട്ടത് എന്ന കാര്യം ഓർക്കുക. 1951 പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കമിട്ടത്. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരുന്നത് 1950 എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. 34ാമത്തെ ചോദ്യം, സോവിയറ്റ് യൂണിയന്റെ സഹായത്താൽ സ്ഥാപിതമായ ഇരുമ്പുരുക്ക് ശാലകൾ ഏതെല്ലാം? അപ്പോൾ ഇന്ത്യയിൽ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ സ്ഥാപിതമായ ഇരുമ്പുരുക്ക് ശാലകൾ 2 ഭിലായിയും ബൊക്കാറോയും. അപ്പോൾ ഭിലായും ബൊക്കാറോയും രൂപീകരിക്കാൻ സഹായം നൽകിയ രാജ്യം എന്നറിയപ്പെടുന്നത് സോവിയറ്റ് യൂണിയനാണ്. അപ്പോൾ ഓർക്കുക, സോവിയറ്റ് യൂണിയൻ, ഭിലായി, ബൊക്കാറോ. 35ാമത്തെ ചോദ്യം, ജർമ്മനിയുടെ സഹായത്താൽ സ്ഥാപിതമായ ഇരുമ്പുരുക്ക് ശാല ഏതാണ്? റൂർക്കേല. അപ്പോൾ റൂർക്കേല സ്ഥാപിതമായത് ഏത് രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ്? ജർമ്മനിയുടെ സഹായത്തോടു കൂടിയാണ്. ഓക്കെ. 36ാമത്തെ ചോദ്യം, ബ്രിട്ടന്റെ സഹായത്താൽ സ്ഥാപിതമായ ഇരുമ്പുരുക്ക് ശാല ഏതാണ്? ദുർഗാപൂർ. അപ്പോൾ ബ്രിട്ടന്റെ സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാല എന്നറിയപ്പെടുന്നത് ദുർഗാപൂർ ആണെന്ന കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ ഭിലായി, ബൊക്കാറോ സോവിയറ്റ് യൂണിയനാണ്, റൂർക്കേല ജർമ്മനിയാണ്, ദുർഗാപൂർ ബ്രിട്ടൻ ആണെന്ന കാര്യം ഓർത്തു വെക്കുക. മറ്റൊരു ചോദ്യം, 55 വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച വർഷം 1952. അപ്പോൾ പ്രധാനപ്പെട്ട 55 ഇന വികസന പദ്ധതികൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ച വർഷം 1952 എന്ന കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ 55, 52 ശ്രദ്ധിക്കേണ്ട കാര്യം, 55 വികസന പദ്ധതികൾക്ക് ഇന്ത്യയിൽ തുടക്കമിട്ട വർഷം 1952. 38ാമത്തെ ചോദ്യം, ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതിക്ക് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞർ ആരെല്ലാം? അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യ വിവിധ മേഖലകളിൽ ശാസ്ത്രരംഗത്തും ബഹിരാകാശ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും ഒക്കെ ഇന്ത്യ കൈവരിച്ച പ്രധാനപ്പെട്ട നേട്ടങ്ങളെക്കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതിക്ക്, ഇപ്പോൾ ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി, മെഡിക്കൽ ഗവേഷണ സമിതി തുടങ്ങിയ ഒരുപാട് സമിതികൾ ഇന്ത്യയിൽ രൂപം കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി എന്ന് അറിയപ്പെടുന്നത്. അവിടെ ഓർത്തു വെക്കുക, ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതിക്ക് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞർ ആരെല്ലാം? ഹോമി ജഹാംഗീർ ബാബയും SN ഭട്നാഗറുമാണ്. അപ്പോൾ ഹോമി ജഹാംഗീർ ബാബ, SN ഭട്നാഗർ എന്നിവരാണ് ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതിക്ക് നേതൃത്വം നൽകിയത്. അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം, ഹോമി ജഹാംഗീർ ബാബ നേതൃത്വം നൽകിയ മറ്റ് ശാസ്ത്ര സ്ഥാപനങ്ങൾ ഏതെല്ലാമായിരുന്നു? ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ. അപ്പോൾ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചും അതുപോലെ ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ പോലുള്ള ശാസ്ത്ര സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകിയതും ആരാണ്? ഹോമി ജഹാംഗീർ ബാബയാണ്. 40ാമത്തെ ചോദ്യം, ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായ വർഷം 1962. ഓർക്കുക, 1962 ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായത്. വർഷം ഓർക്കണം, 1962. വീണ്ടും വീണ്ടും പറയുന്നത് വർഷങ്ങളായതുകൊണ്ടാണ്, വളരെ പ്രധാനപ്പെട്ട ചോദ്യമായതുകൊണ്ടുമാണ്. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായത് 1962. 41ാമത്തെ ചോദ്യം, ഇന്ത്യൻ ദേശീയ ബഹിരാകാശ സമിതിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരെല്ലാം? ജവഹർലാൽ നെഹ്റുവും വിക്രം സാരാഭായും. അപ്പോൾ ജവഹർലാൽ നെഹ്റുവും വിക്രം സാരാഭായുമാണ് ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതിയുടെ നേതാക്കളെന്ന് അറിയപ്പെടുന്നത്. 42ാമത്തെ ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന സ്ഥാപിതമായ വർഷം 1969. ഓർക്കുക, ISRO രൂപീകൃതമായ അല്ലെങ്കിൽ സ്ഥാപിതമായ വർഷം 1969.
9. 43 ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? തുമ്പ. തിരുവനന്തപുരം ജില്ലയിലെ തുമ്പയിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിക്കുന്നത്. ഓർക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? തുമ്പയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ തുമ്പയിലാണ്. ഓക്കെ. 44 ചോദ്യം, ഇന്ത്യൻ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം. അപ്പോൾ ഏത് വർഷമാണ് ഇന്ത്യൻ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത്? 1975. അപ്പോൾ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം 1975 ആണ്. 45 ചോദ്യം, ഉപഗ്രഹങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയിലെ പ്രധാന ഏജൻസികൾ ഏതാണ്? നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിയും അതുപോലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയും. അപ്പം ഇന്ത്യയിൽ ഉപഗ്രഹങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകൃതമായ പ്രധാനപ്പെട്ട ഏജൻസികളാണ് നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിയും അതുപോലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയും. 46 ചോദ്യം, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. 47 ചോദ്യം, ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ് APJ അബ്ദുൽ കലാം? 11ാമത്തെ രാഷ്ട്രപതിയാണ്. അപ്പോൾ ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയാണ് ആര്? ഡോക്ടർ APJ അബ്ദുൽ കലാം. 48 ചോദ്യം, SLV-3, PSLV എന്നീ വിക്ഷേപണ വാഹിനികൾ വികസിപ്പിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. അപ്പോൾ ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായ ഡോക്ടർ APJ അബ്ദുൽ കലാം വികസിപ്പിച്ച പ്രധാനപ്പെട്ട വിക്ഷേപണ വാഹിനികളാണ് SLV-3, PSLV എന്ന് അറിയപ്പെടുന്നത്. 49 ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്രദൗത്യമായ ചന്ദ്രയാന് തുടക്കമിട്ട വർഷം 2008. അപ്പോൾ ചന്ദ്രയാന് തുടക്കമിട്ട വർഷം 2008 ആണ്. എന്താണ് ചന്ദ്രയാൻ? ഇന്ത്യയുടെ ചന്ദ്ര ദൗത്യത്തിന്റെ പേരാണ് ചന്ദ്രയാൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ചന്ദ്രയാന് തുടക്കമിട്ട വർഷം 2008 ആണ്. 50 ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേരെന്താണ്? അപ്പോൾ ഇന്ത്യയുടെ ചന്ദ്ര ദൗത്യത്തിന്റെ പേര് ചന്ദ്രയാനും അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ ചൊവ്വ ദൗത്യത്തിന്റെ പേരെന്താണ്? മംഗൾയാൻ ആണെന്ന കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ ഇന്ത്യയുടെ ചൊവ്വ ദൗത്യത്തിന്റെ പേര് മംഗൾയാൻ ആണ്. 51 ചോദ്യം, ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഒരുപാട് കേട്ട ഒരു വാക്യമാണ്. ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ആരുടെ വാക്കുകളാണിത്? ഡോക്ടർ DS കോത്താരി. അപ്പോൾ ഡോക്ടർ DS കോത്താരിയുടെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം, 52 ചോദ്യം, ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ രൂപീകൃതമായ വർഷം. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഇന്ത്യ വിദ്യാഭ്യാസ രംഗത്ത് കൈവരിച്ച നേട്ടങ്ങളാണ്. 3 വിദ്യാഭ്യാസ കമ്മീഷനുകളും ഒരു വിദ്യാഭ്യാസ നയവും ഒരു വിദ്യാഭ്യാസ അവകാശ നിയമവുമാണ് ഇനി പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക. 52 ചോദ്യം, ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ രൂപീകൃതമായ വർഷം 1948 അപ്പോൾ 1948 ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ രൂപീകൃതമായത്. മറ്റൊരു ചോദ്യം, ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ രൂപീകൃതമായ വർഷം. ഇപ്പോൾ മുതലിയാർ കമ്മീഷൻ എന്ന് ഷോർട്ടായിട്ട് അറിയപ്പെടുന്ന ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ രൂപീകൃതമായ വർഷം 1952 ആണെന്ന കാര്യം ഓർത്തുവെക്കുക. 54 ചോദ്യം, ഡോക്ടർ DS കോത്താരി കമ്മീഷൻ രൂപീകൃതമായ വർഷം 1964. അപ്പോൾ ഓർക്കുക, ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ രൂപീകൃതമായ വർഷം 1948. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ രൂപീകൃതമായ വർഷം 1952. ഡോക്ടർ DS കോത്താരി കമ്മീഷൻ രൂപീകൃതമായ വർഷം 1964. ഇത് 3 വിദ്യാഭ്യാസ രംഗത്ത് നേട്ടങ്ങൾ കൈവരിച്ച 3 വിദ്യാഭ്യാസ കമ്മീഷനുകളാണ്. ഇവരുടെ റിപ്പോർട്ടുകളൊക്കെ എന്താക്കിയിട്ടുണ്ട്? കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. 55 ചോദ്യം, സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠനം നടത്തിയ കമ്മീഷൻ. അപ്പോൾ നമ്മൾ 3 കമ്മീഷന്റെ പേരുകൾ പഠിച്ചു. ഇവർ പഠനം നടത്തിയ മേഖലകളാണ് ഇനി പഠിക്കേണ്ടതായിട്ടുള്ളത്. ശ്രദ്ധിക്കുക. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠനം നടത്തിയ കമ്മീഷൻ
ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. അപ്പോൾ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനെ കുറിച്ച് പഠനം നടത്തിയ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. അത് 56ാമത്തെ ചോദ്യം, UGC രൂപീകരിക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. അപ്പോൾ സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചും UGCയെ കുറിച്ചും ശുപാർശ ചെയ്ത കമ്മീഷനാണ് അത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് അറിയപ്പെടുന്നത്. മറ്റൊരു ചോദ്യം, ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ആരാണ്? ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. അപ്പോൾ എന്താണ് ത്രിഭാഷാ പദ്ധതി? അപ്പോൾ ഒരിക്കൽ കൂടി ചോദ്യം ശ്രദ്ധിക്കുക. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. ഇവിടെ ത്രിഭാഷാ പദ്ധതി എന്ന് പറയുന്നത് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒരു ദേശീയ ഭാഷയും ഒരു വിദേശ ഭാഷയും ഒരു പ്രാദേശിക ഭാഷയും എന്താക്കണം, പഠിച്ചിരിക്കണം. അപ്പോൾ ആ രീതിയിലാണ് ത്രിഭാഷാ പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. 58ാമത്തെ ചോദ്യം, 10+2+3 എന്ന മാതൃക ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? ഡോക്ടർ TS കോത്താരി കമ്മീഷൻ. അപ്പോൾ ഡോക്ടർ TS കോത്താരി കമ്മീഷനാണ് 10+2+3 എന്ന വിദ്യാഭ്യാസ മാതൃക ശുപാർശ ചെയ്ത കമ്മീഷൻ. 59ാമത്തെ ചോദ്യം, വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? ഡോക്ടർ DS കോത്താരിയാണ് വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ ശുപാർശ ചെയ്ത കമ്മീഷൻ എന്ന് അറിയപ്പെടുന്നത്. 60ാമത്തെ ചോദ്യം, ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച വർഷം ഏതാണ്? 1986ലാണ്. വളരെ പ്രധാനപ്പെട്ട PSC ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ദേശീയ വിദ്യാഭ്യാസ നയവുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ ശ്രദ്ധിക്കുക, 1986ലാണ് ദേശീയ വിദ്യാഭ്യാസ നയം ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ടത്. 61ാമത് ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? മൗലാന അബുൽ കലാം ആസാദ്. ശ്രദ്ധിക്കണം, ഈ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബുൽ കലാം ആസാദാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് മറ്റൊരു ചോദ്യം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നത് ആരുടെ കൃതിയാണ്? മൗലാന അബുൽ കലാം ആസാദ്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബുൽ കലാം ആസാദിന്റെ പ്രശസ്തമായ ഒരു കൃതിയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നത്. ഓർക്കുക, ബുക്കിന്റെ പേര് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നാണ്. അത് ആരുടെ കൃതിയാണ്? മൗലാന അബുൽ കലാം ആസാദ്. 63ാമത്തെ ചോദ്യം, ആരുടെ ജന്മദിനമാണ് നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? മൗലാന അബുൽ കലാം ആസാദ്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബുൽ കലാം ആസാദിന്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. 64ാമത് ചോദ്യം, വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന വർഷം? 2009. അപ്പം 2009ലാണ് വിദ്യാഭ്യാസ അവകാശ നിയമം RTE റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന നിയമം നിലവിൽ വന്നത്. വർഷം ഓർക്കണം, 2009 ആണ്. 65ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ സമഗ്ര ശിക്ഷ അഭിയാൻ പദ്ധതി നടപ്പിലാക്കിയ വർഷം? 2018ലാണ്. അപ്പോൾ സമഗ്ര ശിക്ഷ അഭിയാൻ പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷം എന്നറിയപ്പെടുന്നത് 2018ലാണ് എന്ന കാര്യം ഓർത്തു വെക്കുക. 66ാമത് ചോദ്യം, സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സസ് ആൻഡ് ട്രെയിനിങ്ങിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് വിദ്യാഭ്യാസ മേഖല നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇന്ത്യ സാംസ്കാരിക മേഖലയിൽ കൈവരിച്ച നേട്ടങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിൽ ശ്രദ്ധിക്കുക, സെന്റർ ഫോർ കൾച്ചർ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. 67ാമത് ചോദ്യം, സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആസ്ഥാനം എവിടെയാണ്? അതും ന്യൂഡൽഹിയിലാണ്. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? അതും ന്യൂഡൽഹിയിലാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സെന്റർ ഫോർ കൾച്ചർ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിന്റെ ആസ്ഥാനവും സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനവും ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനവും സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനവും അതുപോലെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആസ്ഥാനവും നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനവും എവിടെയാണ്? ന്യൂഡൽഹിയാണെന്ന കാര്യം എന്താക്കുക, ഓർത്തു വെക്കുക. 72ാമത്തെ ചോദ്യം, സെന്റർ ഫോർ കൾച്ചർ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് സ്ഥാപിതമായ വർഷം? 1979. അപ്പോൾ ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ കൾച്ചർ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് സെന്റർ സ്ഥാപിതമായ വർഷം
1979 കാര്യം ഓർത്തു വെക്കുക. 73 ചോദ്യം, പഞ്ചശീല തത്വങ്ങൾ ഏത് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കരാറാണ്? ഇന്ത്യയും ചൈനയും. അപ്പോൾ ഇന്ത്യയും ചൈനയുമായിട്ട് ബന്ധപ്പെട്ട കരാറാണ് എന്തു പേരിൽ അറിയപ്പെടുന്നത്? പഞ്ചശീല തത്വങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം, പഞ്ചശീല തത്വങ്ങൾ ഒപ്പിട്ട വർഷം 1954. ഇനി പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട നേതാക്കൾ ജവഹർലാൽ നെഹ്റുവും ചൗ എൻ ലായും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യയും ചൈനയും തമ്മിൽ ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങളെന്ന് അറിയപ്പെടുന്നത്. 1954 പഞ്ചശീല തത്വങ്ങൾ ഒപ്പിട്ടത്. ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രീമിയർ ആയിരുന്ന ചൗ എൻ ലായുമാണ് എന്തിലൊപ്പിട്ടത്? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ടത്. പ്രധാനപ്പെട്ട ഇരു രാജ്യങ്ങളും തമ്മിൽ കൈക്കൊള്ളേണ്ട 5 തത്വങ്ങളെയാണ് ഈ കരാറിൽ പ്രധാനമായിട്ടും പറയുന്നത്. 76 ചോദ്യം, മയ്യഴിയുടെ വിമോചനത്തിന് നേതൃത്വം നൽകിയ സംഘടന ഏതാണ്? മയ്യഴി മഹാജനസഭയാണ്. അപ്പം 76 ചോദ്യം, മയ്യഴിയുടെ വിമോചനത്തിന് നേതൃത്വം നൽകിയ സംഘടന എന്നറിയപ്പെടുന്നത് മയ്യഴി മഹാജനസഭയാണെന്ന കാര്യം ഓർത്തു വെക്കുക. 77 ചോദ്യം, മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? IK കുമാരൻ മാസ്റ്റർ. ഒരുപാട് പരീക്ഷകളിൽ വന്ന ഒരു ചോദ്യമാണ്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? IK കുമാരൻ മാസ്റ്റർ ആണ്. 78 ചോദ്യം, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം 1950 ജനുവരി 26. അപ്പോൾ 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നെന്ന് പറയുന്നത്. അപ്പോൾ ഈ ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. 79 ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ബക്രാനങ്കൽ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി എന്നറിയപ്പെടുന്നത് ബക്രാനങ്കലാണ്. ആ ഒരു കാലഘട്ടത്തിൽ 1940 കാലഘട്ടത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു നദീതട പദ്ധതിയാണ് ഇത് ബക്രാനങ്കൽ എന്ന് അറിയപ്പെടുന്നത്. 80 ചോദ്യം, ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. 81 ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹ. അപ്പോൾ സ്ഥിരം അധ്യക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു ജവഹർലാൽ നെഹ്റുവാണ്. ഇവിടെ പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് സച്ചിദാനന്ദ സിൻഹയാണ്. 81 ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ. 82 ചോദ്യം, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജിന്റെ ആസ്ഥാനം എവിടെയാണ്? മൈസൂരാണ്. അപ്പം കർണാടകത്തിലെ മൈസൂരിലാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. 83 ചോദ്യം, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജിന്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദിലാണ്. ഓർക്കുക, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജിന്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹൈദരാബാദാണ്. 84 ചോദ്യം, വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. ആരുടെ വാക്കുകളാണ്? രവീന്ദ്രനാഥ ടാഗോർ. അപ്പോൾ രവീന്ദ്രനാഥ ടാഗോറിന്റെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്, വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. പഠിച്ചു വെക്കുക, വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. രവീന്ദ്രനാഥ ടാഗോറിന്റെ വാക്കുകളാണ്. അപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന പാഠവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എല്ലാ തരത്തിലും ആ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് ഈ ചാനലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.